വയനാട് തുരങ്കപാത പദ്ധതി ഉപേക്ഷിക്കില്ല എന്ന് പൊതുമരാമത്ത് മന്ത്രി പി.കെ. ബഷീർ വീഴ്ചകൾ പരിശോധിക്കുമെന്നും സുരക്ഷയാണ് പ്രധാനമെന്നും മന്ത്രി പറഞ്ഞു. മഴക്കാലത്ത് പ്രദേശത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തരുത് എന്നാണ് നിർദ്ദേശം. ഇക്കാരണത്താലാണ് പണി നിർത്തിവെച്ചത് എന്നും പി.കെ. ബഷീർ പറഞ്ഞു. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയമാണ് ഇതിന് ക്ലീൻ ചിട്ട് കൊടുത്തത് നിർമ്മാണ പ്രവർത്തനം തുടങ്ങുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയത്. ആ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയപ്പോഴാണ് ഇപ്പോഴാണ് ഇങ്ങനെയുള്ള ഈ പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. ഇനി അതിലെന്തെങ്കിലും അശാസ്ത്രീയത ഉണ്ടായിട്ടുണ്ടോ, എവിടെയെങ്കിലും പിഴവുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ വിശദമായി പരിശോധിക്കും. നമ്മൾ ഒരു പാത നിർമ്മാണം നിർത്തിവെക്കുക എന്നുള്ളതല്ല ഉദ്ദേശം. സുരക്ഷ അതാണ് ഇതിന് മെയിൻ ഘടകം. അതെല്ലാം പരിശോധിച്ചിട്ട് എങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ്. അല്ലാതെ ഒരു പദ്ധതി ഉപേക്ഷിക്കുന്ന ഒരു പ്രവണത സർക്കാരിൻ്റെ ഭാഗത്തു നിന്നില്ല. ആകാശാണ് വിവരങ്ങളുമായി ചേരുന്നത്. ആകാശ്, ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായപ്പോൾ എന്നാണോ പറയുന്നത്? പദ്ധതി പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചിട്ടില്ല, അല്ലെങ്കിൽ പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തികൾ ഇനിയും തുടരും എന്നാണോ? എന്താണ് ഇപ്പോൾ മന്ത്രി പറഞ്ഞത്? തീർച്ചയായും സ്വാതി സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിൽ ഈ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചു എന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. കൂടാതെ തന്നെ തുരങ്കപാതയുമായി മറ്റു കാര്യങ്ങൾ വിദഗ്ധ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. സമിതിയുടെ അന്വേഷണ റിപ്പോർട്ടും ഉൾപ്പെടെ മറ്റു കാര്യങ്ങൾ പരിശോധിച്ചാവും ഈ പദ്ധതി മുന്നോട്ട് പോകുക. ഏതായാലും നിലവിൽ പദ്ധതി ഉപേക്ഷിക്കുന്നില്ല എന്ന് തന്നെയാണ് പൊതുമരാമത്ത് മന്ത്രിയായ പി.കെ. ബഷീർ വ്യക്തമാക്കുന്നത്. ഇന്ന് ആശുപത്രിയിലെത്തിയ പി.കെ. ബഷീറാണ് ഈ കാര്യം വ്യക്തമാക്കിയത്. ആദ്യം ആളുകളുടെ സുരക്ഷയ്ക്കാണ് പ്രാധാന്യം നൽകുക, ആളുകൾക്ക് സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രാധാന്യം. അതിനുശേഷം ഈ വികസനം എന്തായാലും ഈ പദ്ധതി എന്തായാലും ഉപേക്ഷിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടില്ല. അത്തരമൊരു നീക്കത്തിലേക്ക് സർക്കാർ കടക്കുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ പോലും ആളുകളുടെ സുരക്ഷ അത് ഉറപ്പുവരുത്തും. ഇപ്പോൾ നിലവിൽ ഈ തുരങ്കപാത നിർമ്മാണ പ്രവർത്തികൾ നിർത്തിവെച്ചത് ആളുകളുടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉൾപ്പെടെ കരുതിക്കൊണ്ടാണ്. കാലാവസ്ഥ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സമയത്ത് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയാൽ അത് വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള മണ്ണിടിച്ചിലുണ്ടായാൽ ആളുകൾക്ക് അപായങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അതിനാൽ തന്നെയാണ് ഇപ്പോൾ ആനക്കാംപൊയിലും കൂടാതെ തന്നെ മേപ്പാടിയിലുമുള്ള പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചിരിക്കുന്നത്. അത് എന്തായാലും സർക്കാരിന് വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ നിർത്തിവെക്കാനുള്ള ഒരു നീക്കമില്ല. അത്തരം ഒരു പ്രവണതയിലേക്ക് സർക്കാർ കടക്കില്ല. കൂടാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രമാണ് ഈ തുരങ്കപാതയ്ക്കുള്ള അനുവാദം നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ കൃത്യമായ പരിശോധനകൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും നടത്തേണ്ടതാണ്. കേന്ദ്രം ആ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തണം. കൂടാതെ തന്നെ ഇതുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് നീക്കം. ഏതെങ്കിലും തരത്തിൽ വലിയ രീതിയിലുള്ള സുരക്ഷ ജനങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള പ്രയാസങ്ങളോ സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൽ പ്രയോറിറ്റി കൊടുക്കും. അതിൽ മുൻഗണന കൊടുത്തുകൊണ്ടാവും ബാക്കി കാര്യങ്ങൾ നീക്കുക. ഏതായാലും നിലവിൽ ഈ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഈ ഭാഗങ്ങളിൽ ആളുകൾക്കായി തിരച്ചിൽ തുടരുന്നുണ്ട്. അത് ഊർജിതമായി തന്നെ തുടരുന്നുണ്ട്. കൂടാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ആനക്കാംപൊയിൽ ഭാഗത്ത് നിലവിൽ പ്രവർത്തനം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇനിയൊരു വിദഗ്ധ സമിതിയുടെ അന്വേഷണത്തിലൂടെയും കൂടുതൽ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്താവും ഏത് തരത്തിലേക്കാണ് ഇനി ഈ പ്രവർത്തനം നീക്കേണ്ടത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. ഏതായാലും തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ പൂർണ്ണമായി തന്നെ സർക്കാർ പിൻവാങ്ങുന്നു എന്നൊരു വാർത്തകൾ പലപ്പോഴായി വന്നിരുന്നു. എന്നാൽ അതെല്ലാം കൊണ്ട് തള്ളിക്കണ്ടാണ് ഇപ്പോൾ മന്ത്രി തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വന്നപ്പോഴും ഈ കാര്യം വ്യക്തമാക്കിയിരുന്നു. ഏതെങ്കിലും തരത്തിൽ ആളുകൾക്ക് പ്രയാസമുണ്ടാകുന്ന ഒരു തരത്തിൽ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല, പദ്ധതിയുമായി പിന്നോട്ട് പോവുകയാണെന്നുൾപ്പെടെയുള്ള വാർത്തകൾ വന്നിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ പൊതുമരാമത്ത് മന്ത്രി തന്നെ ഈ കാര്യം വ്യക്തമാക്കുന്നത്. ഏതായാലും ഈ ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ മേപ്പാടി ഭാഗത്ത് ഈ തുരങ്കപാതയ്ക്ക് സമീപത്തുള്ള തോട്ടം തൊഴിലാളികളുടെ ലയങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ അപകട ഭീഷണിയിലാണ്. അവരെല്ലാം വലിയ ആശങ്കയിലാണ്. അതിവർ നേരത്തെ തന്നെ ഈ അധികൃതരെ അറിയിച്ചതുമാണ്. അതിനിടയിലാണ് ഈ മണ്ണിടിച്ചിലുണ്ടായത്. അതുകൂടെ ആയപ്പോൾ അവർ വലിയ രീതിയിൽ എന്തായാലും വയനാട് ഈ തുരങ്ക നിർമ്മാണ പ്രവൃത്തി ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്.